ആ ഒരു ക്യാരക്ടർ നമ്മൾ ഹനാനോട് ഷെയർ ചെയ്തു. ഹനാൻ അത് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അത് ഡയലോഗ് ഇല്ല എന്ന് പറയുന്നത് ഓഡിയൻസിനെ കാട്ടാലൻ റിലീസ് ആയിരിക്കണം. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇല്ല, നമ്മൾ എന്താ പറയുക, എൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. അപ്പോൾ നമ്മൾ കുറേ അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 200-250 പേരുടെ ക്രൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രയത്നിച്ച് നമ്മൾ തിയേറ്ററിൽ എത്തിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓഡിയൻസാണ് എല്ലാം പറയേണ്ടത്. ഈ പടം ഇറങ്ങിയപ്പോൾ പ്രേക്ഷകർക്ക് പറയുന്നത് വെച്ചാൽ ആദ്യത്തെ പടമാണെങ്കിലും പക്ഷേ അതിൻ്റെ ക്വാളിറ്റി പക്കയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ്? ഇല്ല, അത് ഭയങ്കര സന്തോഷം. പറയുന്ന പോലെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസസ് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളെപ്പോലൊരു പുതിയ ഡയറക്ടറിനെ സംബന്ധിച്ച് കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്തിട്ടാണ് നമ്മളൊരു പടം തിയേറ്ററിൽ എത്തിച്ചത്. അപ്പോൾ വളരെ സന്തോഷം. ഇപ്പോൾ ഫസ്റ്റ് സിനിമ ആണെങ്കിൽ ഒത്തിരി മലയാളത്തിലും തമിഴിലും തെലുങ്കിലൊക്കെ മെയിൻ സ്റ്റാറുകളുള്ളത് കൂടെ പടമാണ്. അപ്പോൾ ഇത്രയും ഒരു ക്രൂവിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്? അല്ല, അത് ഈ പറയുന്ന പോലെ ഞാൻ മാത്രമേ ഇതൊരു ഡെബ്യൂ ആയിട്ടുള്ള ഒരാളുള്ളൂ ഡയറക്ടർ എന്ന രീതിയിൽ. ബാക്കി ഇതിൻ്റെ ടെക്നീഷ്യൻസും ബാക്കി എല്ലാ ആളുകളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ പ്രൊഡക്ഷൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ ആർട്ടിസ്റ്റിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ആദ്യം ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റി, എല്ലാവരും ഒരു സപ്പോർട്ടോട് കൂടി തന്നെ. ഇപ്പോൾ റിവ്യൂസിൽ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കുറേ റിവ്യൂസ് വരുന്നത്, അതിനിപ്പോൾ തന്നെ ഒരു 5-6% മനഃപൂർവ്വം നെഗറ്റീവായിട്ട് പറയും. അപ്പോൾ അവർ അല്ല, അത് ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ മോശം അഭിപ്രായം ഉണ്ടാവും, നല്ല അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അത് ജെന്യുവിൻ അഭിപ്രായങ്ങളാണെങ്കിൽ നമ്മളതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിനെ ഓവർകം ചെയ്ത് അത് പരിഹരിച്ച് അടുത്ത സ്റ്റെപ്പുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ മനഃപൂർവ്വമായിട്ട് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇപ്പോൾ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടോ അങ്ങനെ വരുന്ന റിവ്യൂസ് നമ്മൾ ഒഴിവാക്കുക. അല്ലാതെ ജനറലൈസ് ചെയ്ത് വരുന്ന റിവ്യൂസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നല്ല ഒരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാടായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാണ് ഇപ്പോൾ പടം കാണണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെയായിട്ടാണ്? അല്ല, അതിപ്പോൾ എല്ലാ സിനിമകൾക്കും നെഗറ്റീവ്സും പോസിറ്റീവ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ നല്ലൊരു സിനിമയാണെങ്കിൽ മാക്സിമം പോസിറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് പിടിച്ച ആളുകൾ കയറും. അപ്പോൾ നമ്മൾ ജെന്യുവിൻ റിവ്യൂസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി കാണാനുള്ള പ്രശ്നം ഈ ഹനാൻ ഷായുടെ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഡയലോഗ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡയറക്ടർ എന്നുള്ളതിൽ താങ്കൾക്ക് എന്താണ് പറയുന്നത്? അല്ല, നമ്മൾ ഇപ്പം ഹനാൻ വരുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ നമ്മൾ ഹനാനോട് ഷെയർ ചെയ്തു. ഹനാൻ അത് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അത് ഡയലോഗ് ഇല്ല എന്ന് പറയുന്നത് ഓഡിയൻസിനെ അത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ആ സമയത്ത് ചിന്തിച്ചിരുന്നില്ല. എല്ലാവരും കാണുക. കാരണം ഓഡിയൻസിൻ്റെ അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയുക. കേരളത്തെക്കാളും ഭയങ്കര തമിഴ്നാട്ടിൽ ഈ പടത്തിന് ഭയങ്കര റെസ്പോൺസ് വരുന്നുണ്ട്. കിടിലൻ പടം, ഇത്രയും ഭയങ്കര ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ആക്ഷൻ അങ്ങനെ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിവ്യൂ വരുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? നമ്മളിത് ചെയ്യുമ്പോൾ ഒരു തെലുങ്ക് സിനിമയുടെ ഒക്കെ ഒരു ഫ്ലേവർ നമ്മളിതിൽ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ഇവിടെ കണക്റ്റ് ആവുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവിടെ കണക്റ്റ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവിടെ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് വരുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചും കൂടി വളരെയധികം നല്ല റിപ്പോർട്ട്സ് വന്നു. അപ്പോൾ എന്തായാലും സന്തോഷം, അവിടെയും നമ്മുടെ സിനിമ റീച്ച് ആവുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം.